ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുവൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ കമ്മലാണ്. ജിമുക്കിയാണ് ചെയ്യുന്നത്. ജിമുക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയത് ഇങ്ങനത്തെ പേപ്പറാണ്. ഇത് നമുക്ക് ഒത്തിരി കളറുകളിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വീതി കൂടിയത്, വീതി കുറഞ്ഞത്, അങ്ങനെ പല വലിപ്പത്തിൽ പല സൈസിൽ നമുക്കിങ്ങനെ ഇത് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പാക്കറ്റിന് 15 രൂപ. ഈ പേപ്പറിന് പറയുന്നത് ക്വില്ലിംഗ് പേപ്പർ എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ക്വില്ലിംഗ് പേപ്പർ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണിത്. ഇത് നമുക്ക് ഒരു പേപ്പർ ജുവല്ലറി ഐറ്റംസ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ സെറ്റായിട്ട് ഇങ്ങനെ ഇതെല്ലാം കിട്ടും. അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് മേടിക്കാനും നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്തുള്ള ഈ ഹോളിലോട്ട് നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഗമ്മ് ഒട്ടിച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു ടൈപ്പ് പശ എടുത്താൽ മതി. കാര്യം എന്ന് വെച്ചാൽ പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും. നമുക്ക് ഇതിങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ഈ താഴ്ഭാഗം ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ റോളായിട്ട് വരും. ഇനി ഒരു പേപ്പർ തീർന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും പോരാ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുകൂടെ പശ തേച്ച് അടുത്ത പേപ്പർ ഇതിൽ ഒട്ടിച്ചു കൊടുക്കണം. അടുത്ത പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. ഒരു പേപ്പർ കൂടെ എടുക്കാം. ചെറിയ ജിമുക്കി വേണ്ടവർ 2 എണ്ണം ആണെങ്കിലും എടുത്താൽ മതി. തീർന്നു കഴിയുമ്പോൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ ഇത് പിടിച്ചുകൊണ്ട് പതിയൊന്ന് ഊരിയെടുക്കുക. അപ്പം നമുക്ക് നല്ലൊരു റോളായിട്ട് ഒരെണ്ണം കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറും കൂടെ എടുത്ത് ഒന്ന് ചുറ്റിയെടുക്കണം. ഒരേ കളർ വേണ്ടാത്തവർക്ക് വേറെ കളർ വേണമെങ്കിലും മാറ്റി ചെയ്യാം. അങ്ങനെ ഒരു ചെറിയ ഒരെണ്ണം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഊരിയെടുക്കുക. നമ്മൾ ആദ്യം ചെയ്തെടുത്ത ഒരെണ്ണം ഉണ്ടല്ലോ, നമ്മൾ 3 പേപ്പർ വെച്ചാണ് ചെയ്തെടുത്തത്. ഇത് നമുക്ക് മോൾഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പല ഷേപ്പിൽ വലിപ്പത്തിലുള്ള മോൾസൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ മോൾസ് ഇല്ലെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മുടെ ഈ തമ്പ് ഫിംഗർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതൊന്ന് പൊക്കിയെടുക്കുക. അപ്പോൾ നമുക്കൊരു ജിമിക്കിയുടെ ഷേപ്പിൽ അതിൻ്റെ ആ ഒരു താഴ്ഭാഗം കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് മുകൾ ഭാഗത്ത് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരും മുകൾ ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഹാങ്ങിങ്സ് ഒക്കെ ഒന്ന് പിടിപ്പിക്കാം. അത് നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും. ഗോൾഡൻ കളറിൽ സിൽവർ കളറിലും ഒക്കെ നമുക്ക് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന ഇതിൽ ചെറിയൊരു കൊളുത്ത് പോലെയുണ്ട്. ഇതൊന്ന് അകത്തിയിട്ട് ഇങ്ങനെ അകത്തിയിട്ട് ഈ പേപ്പറിൻ്റെ അകത്തൂടെ നമ്മളിതൊന്ന് കയറ്റിയെടുക്കണം. ഇനി നമുക്ക് ഈ ബേസ് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒന്നുകിൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ബീഡ്സ് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് ചുറ്റും ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ സൈഡിലെല്ലാം ഗമ്മ് കൊടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബീഡഡ് ചെയിൻ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ സ്റ്റോൺസാണ് കൊടുക്കുന്നത്.
കൊടുത്തിട്ടുണ്ട്. സ്റ്റോൺസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ഹാങ്ങിങ്സുമായിട്ട് കണക്ട് ചെയ്ത സാധനം ഉണ്ടല്ലോ, നമ്മൾ ഈ ഹാങ്ങിങ്ങുമായിട്ട് കണക്ട് ചെയ്ത ആ പാർട്ട് അതിവിടെ ഇങ്ങനെ തിരിച്ചു പിടിച്ച്, ഇങ്ങനെയല്ല ഒട്ടിക്കേണ്ടത്, ഇങ്ങനെ തിരിച്ചു പിടിച്ച് ഇത് ഒട്ടിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ കുഞ്ഞ് ജിമിക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കളറിലും ഒക്കെ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലെയിൻ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അത് ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല ഗ്ലേസിങ് ഒക്കെ ആയിട്ട് അതിൽ ഡസ്റ്റ് ഒന്നും പിടിക്കാതെ നല്ല നീറ്റായിട്ട് കിട്ടും. ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെ തന്നെ ഒരു ജിമിക്കി ഉണ്ടാക്കിയിട്ട് അതിൽ വൈറ്റ് കളർ സ്റ്റോണാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പല കളറിൽ ഉണ്ടാക്കിയെടുത്ത ജിമിക്കിയാണ്. ഇങ്ങനെ നമുക്ക് 2 കളർ ആഡ് ചെയ്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ ആദ്യത്തെ ഒരു 2 എണ്ണം ഈ മെറൂൺ കളറും അത് കഴിഞ്ഞിട്ട് ഡാർക്ക് ബ്രൗൺ കളറുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 4 പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്രയും വലിപ്പത്തിൽ വരുന്നത്. ഈ മുകളിലത്തെ ഇതിൽ ഒരെണ്ണമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ എല്ലാ കളറിലും ഈ പേപ്പർ കിട്ടും. അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട്.